നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹീമോഫീലിയയെക്കുറിച്ചാണ്. നമുക്കൊപ്പം കോട്ടയം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അതുല്യ ജി അശോകൻ ചേരുന്നുണ്ട്. ഡോക്ടർ സ്വാഗതം. ഡോക്ടർ, ഇന്ന് ധാരാളം പേർ ഹീമോഫീലിയ എന്ന ഈ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട്. എന്നാൽ പലർക്കും ഈ രോഗത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയില്ല എന്നതാണ്. എന്താണ് ഈ ഹീമോഫീലിയ എന്ന രോഗം? അതുപോലെ തന്നെ സാധാരണ ഈ രോഗം ആരിലാണ് കൂടുതലായി കണ്ടുവരുന്നത്? ഹീമോഫീലിയ എന്നത് ഒരു ജനറ്റിക് ഡിസോർഡർ ആണ്. അതായത് ഒരു പാരമ്പര്യ രക്തസ്രാവ രോഗമാണ്. സാധാരണയായി നമ്മുടെ ബോഡിയിൽ ഒരു ചെറിയ മുറിവ് ഉണ്ടായാൽ ബ്ലഡ് ക്ലോട്ട് ആവാനുള്ള പ്രോട്ടീൻസ് അഥവാ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് നിർമ്മിക്കപ്പെടും. അത് നമ്മുടെ ചെറിയ മുറിവുകളെ പെട്ടെന്ന് തന്നെ രക്തസ്രാവം നിലയ്ക്കാനുള്ള കാര്യങ്ങൾ ഈ പ്രോട്ടീൻ ഫാക്ടേഴ്സിലൂടെയാണ് നമുക്ക് നടക്കുന്നത്. എന്നാൽ ഹീമോഫീലിയ ഉള്ള രോഗികളിൽ ഇതിലെ ചില ഫാക്ടേഴ്സിന്റെ അഭാവം ഉണ്ടാവും. അതിനാൽ ബ്ലീഡിങ് നിൽക്കാനുള്ള ഒരു കാലതാമസമാണ്. കൂടുതലായും ഹീമോഫീലിയ എ എന്ന് പറയുന്ന അസുഖമാണ് നമുക്ക് കണ്ടുവരാറ്. അത് ഹീമോഫീലിയ എ ഫാക്ടർ 8ന്റെ ഡെഫിഷ്യൻസിയും ബി എന്ന് പറയുന്ന ഫാക്ടർ 9 എന്ന് പറഞ്ഞ ക്ലോട്ടിംഗ് ഫാക്ടർ ഡെഫിഷ്യൻസിയുമാണ്. എക്സ്-ലിങ്ക്ഡ് മ്യൂട്ടേഷൻ വഴി വരുന്നതായതുകൊണ്ട് ഇത് കൂടുതൽ ആൺകുട്ടികളിലാണ് ഈ അസുഖം കണ്ടുവരാറ്. ഡോക്ടർ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ആൺകുട്ടികളിലാണ് ഈ രോഗം കൂടുതലായി കണ്ടുവരുന്നതെന്ന് പറഞ്ഞു. അത് സാധാരണ ചെറിയ കുട്ടികളിലാണോ അതോ ഈ മുതിർന്നവരിലാണോ ഈ രോഗം കൂടുതലായി കണ്ടുവരുന്നത്? ഹീമോഫീലിയ എന്ന് പറയുന്ന രോഗം ജനറ്റിക് ഡിസോർഡർ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് സിംറ്റംസ് ചെറുപ്പത്തിൽ തന്നെ കണ്ടു തുടങ്ങാം. അത് നമ്മുടെ ദേഹത്ത് ഫാക്ടർ ഡെഫിഷ്യൻസി എത്രമാത്രം ഉണ്ടെന്ന് ആസ്പദമാക്കിയാണ്. ഡിസീസിന്റെ സിവിയറിറ്റി എന്ന് പറയുന്നത് ഫാക്ടറിന്റെ ലെവൽ ഒരു 1% താഴെയാണെങ്കിൽ അസുഖത്തിന്റെ തീഷ്ണത വളരെ കൂടുതലാണ്. സിവിയർ ഡിസീസ് എന്നാണ് നമ്മൾ അതിന് പറയുന്നത്. 1 to 5 ആണെങ്കിൽ അസുഖം മോഡറേറ്റ് കാറ്റഗറിയിൽ വരും. മോർ ദാൻ 5%, 5 to 40 ആണെങ്കിൽ അത് മൈൽഡ് കാറ്റഗറിയിലുള്ള ഒരു അസുഖമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ സിവിയർ അല്ലെങ്കിൽ മോഡറേറ്റ് ഡെഫിഷ്യൻസി ഉള്ളവരിൽ ചെറുപ്രായത്തിൽ തന്നെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാം. കുട്ടികളിൽ ചെറുതായി അവര് ജനിക്കുമ്പോൾ തന്നെ പൊക്കിൾക്കൊടിയിൽ നിന്നുള്ള ബ്ലീഡിങ്, അതുപോലെ ദേഹത്തൊക്കെ ചെറിയ നീലപ്പാടുകൾ, നമ്മൾ അമർത്തി ഒന്ന് പിടിച്ചാൽ ചിലപ്പോൾ അവിടെ ഒരു ബ്രൂയിസസ് അല്ലെങ്കിൽ നീലപ്പാടുകൾ വന്നേക്കാം. ചെറിയ വീഴ്ചകളോ ചെറുതായിട്ട് അവർ വീണു കഴിഞ്ഞാലൊക്കെ അവിടെ ചതിഞ്ഞ് നീല കളറിലേക്ക് അത് മാറാം. കുട്ടികൾ നടക്കുന്ന പ്രായത്തിൽ അവർക്ക് നടക്കുമ്പോൾ കാൽമുട്ടുകളിലും അല്ലെങ്കിൽ കൈമുട്ടുകളിലും ഒക്കെ നീരും വേദനയും ഒക്കെ അനുഭവപ്പെടാം. ഇതൊക്കെ ചെറുപ്രായത്തിലുള്ള ലക്ഷണങ്ങളാണ്. ഇതെല്ലാം പോരാഞ്ഞ് അവർ വാക്സിനേഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് മസിലിലേക്കാണ് വാക്സിൻ കൊടുക്കുന്നതെങ്കിൽ അവിടെ വേദനയും നീർക്കെട്ടും ഒക്കെ വരാം. ഇതൊക്കെ കുഞ്ഞുങ്ങളിൽ കാണുന്ന ലക്ഷണങ്ങളാണ്. ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവര് വിദഗ്ധ ചികിത്സ വേഗം തന്നെ തേടേണ്ടതാണ്. മാതാപിതാക്കൾ ഇതെല്ലാം ശ്രദ്ധിച്ച് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ഹീമോഫീലിയ ഉണ്ടോ ഇല്ലയോ എന്നുള്ള നിർണയം ചെയ്യേണ്ടതാണ്. എന്തൊക്കെ ചികിത്സാ രീതികളാണ് ഈ ഹീമോഫീലിയക്ക് ഇന്ന് നിലവിലുള്ളത്? കുറച്ചു കാലം മുന്നേ വരെയും നമുക്ക് ഫാക്ടർ അവൈലബിൾ ആയിരുന്നില്ല. അതുവരേക്കും നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസും അതേപോലെ തന്നെ നമുക്ക് അന്ന് പ്ലാസ്മയും ക്രയോപ്രസിപിറ്റേറ്റ്സും ഇതൊക്കെ മാത്രമായിരുന്നു നമുക്ക് ചികിത്സയ്ക്ക് കൊടുക്കാൻ കഴിയുന്ന നമുക്ക് പ്രോഡക്ട്സ് അവൈലബിൾ ആയിരുന്നത്. പക്ഷെ എന്നാൽ ഇപ്പോൾ നമുക്ക് ഒരു 30 വർഷമായിട്ട് ഇങ്ങോട്ട് നമുക്ക് ഫാക്ടർ കോൺസെൻട്രേറ്റ്സ് അവൈലബിൾ ആണ്. അതായത് ഫാക്ടർ 8ന്റെ ഏത് ഫാക്ടർ ആണോ നമുക്ക് കുറവ്, 8ഉം 9ഉം ആണ് കൂടുതലായി കാണുന്നത്. 8 കുറവുള്ള രോഗികളിൽ നമുക്ക് 8 ഫാക്ടർ കൊടുക്കാനും 9 കുറവുള്ളവരിൽ 9 ഫാക്ടർ കൊടുക്കാനും സാധ്യമാണ്. അതിനാണ് ഫാക്ടർ റീപ്ലേസ്മെന്റ് തെറാപ്പി എന്ന് പറയുന്നത്. അതാണ് മേജർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ്. ഈ റീപ്ലേസ്മെന്റ് തെറാപ്പി തന്നെ 3 തരത്തിലുണ്ട്. ഒന്ന് നമുക്ക് പ്ലാസ്മയിൽ നിന്ന് പ്ലാസ്മ ഡിറൈവ്ഡ് ആയിട്ടുള്ള ഫാക്ടർ കോൺസെൻട്രേറ്റ്സ് അവൈലബിൾ ആണ്. അതല്ലാതെ പിന്നെ റീകോമിനന്റ് ഫാക്ടേഴ്സ് അവൈലബിൾ ആണ്. ജനറ്റിക്കലി എഞ്ചിനീയർ ആയിട്ട് റീകോമിനന്റ് ഫാക്ടേഴ്സും ലഭ്യമാണ്. നമുക്ക് എക്സ്റ്റൻഡ് ഹാഫ് ലൈഫ് പ്രോഡക്ട്സ് ഫാക്ടർ 8ന്റെയും 9ന്റെയും അവൈലബിൾ ആണ്. ഇതെല്ലാം ഒരു കുറച്ച് നേരം നമ്മൾ ഫാക്ടർ റീപ്ലേസ്മെന്റ് എടുത്താൽ ഒരു 3-4 ചിലപ്പോൾ ഒരാഴ്ച വരെ നീളുന്ന രീതിയിൽ നമ്മുടെ ബോഡിയിൽ ഈ ഫാക്ടർ നിലനിൽക്കുന്ന രീതിയിലുള്ള കോൺസെൻട്രേറ്റ്സും ഇപ്പൊ അവൈലബിൾ ആണ്. അതാണ് മേജർ ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് നോൺ ഫാക്ടർ തെറാപ്പീസ് ഉണ്ട്. നോൺ ഫാക്ടർ തെറാപ്പി എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ഫാക്ടർ 8 പോലെ തന്നെ പ്രവർത്തിക്കുന്ന ചില മോളിക്യൂൾസ് അത് റിസർച്ച് കണ്ടുപിടിച്ച് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്
നമുക്ക് പ്രൊഫ്ലാക്സിസ് ആയിട്ട് കൊടുക്കാം. നമ്മൾ കേട്ടിട്ടുണ്ടാവും എംസിസുമാബ് അല്ലെ കോൺസിസുമാബ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊക്കെ മാർക്കറ്റിൽ അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയി തുടങ്ങിയിട്ട് അധികം നാളുകളായിട്ടില്ല. ഇത് പ്രൊഫ്ലാക്സിസ് ആയിട്ട് കുട്ടികൾക്ക് ബ്ലീഡിങ് വരാതിരിക്കാനും ഇതെടുക്കുന്നവർക്ക് ബ്ലീഡിങ്ങിന്റെ ഫ്രീക്വൻസീസ് ഒക്കെ വളരെ കുറവായിരിക്കും. ഇങ്ങനത്തെ ഈ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഈ നോൺ ഫാക്ടർ തെറാപ്പിയുടെ അവൈലബിലിറ്റി ഒരു വലിയ മാറ്റം തന്നെയാണ് ഹീമോഫീലിയ കെയറിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ ഈ സാധാരണ ഉണ്ടാകുന്ന ഈ മുറിവുകൾക്ക് ശേഷമുള്ള ഈ രക്തസ്രാവവും ഈ ഹീമോഫീലിയ വന്നതിന് ശേഷമുള്ള രക്തസ്രാവവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് പ്രധാനമായിട്ടും? ഞാൻ പറഞ്ഞല്ലോ, ഹീമോഫീലിയയിൽ നമുക്ക് ക്ലോട്ടിംഗ് ഉണ്ടാവാനുള്ള ചില പ്രധാനപ്പെട്ട പ്രോട്ടീൻസിന്റെ ഡെഫിഷ്യൻസി വരുമ്പോഴാണ് നമ്മളത് ഹീമോഫീലിയ എന്ന് പറയുന്നത്. അപ്പോൾ നോർമലി നമുക്കൊരു ചെറിയ മുറിവ് വന്നു കഴിഞ്ഞാൽ ബ്ലഡ് ഊസ് ചെയ്യും, നമുക്കൊക്കെ മുറിവ് വരുമ്പോൾ ഊസ് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ ഈ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് വന്നിട്ട് അത് ഊസ് ചെയ്ത് നിൽക്കാനുള്ള പ്രക്രിയ നടക്കും. അങ്ങനെ ക്ലോട്ട് ഫോം ചെയ്യും. അങ്ങനെ ഫർദർ ബ്ലീഡിങ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അമിതമായുള്ള ഒരു ബ്ലീഡിങ് ടെൻഡൻസി ഉണ്ടാവില്ല. എന്നാൽ ഹീമോഫീലിയയിൽ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഡെഫിഷ്യൻസി ഉള്ളത് കൊണ്ട് തന്നെ ക്ലോട്ടിംഗ് വൈകും, അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ ക്ലോട്ട് ഫോം ചെയ്യാനുള്ള ഒരു സമയം കാലതാമസം വരും. ഇതുകൊണ്ട് അവർക്ക് എക്സസീവ് ആയിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ അത് പുറമേ കാണണം തന്നെ ഇല്ല, നമുക്ക് ചിലപ്പോൾ ഉള്ളിലായിരിക്കാം ബ്ലീഡിങ്, പുറമേ ബ്ലഡ് വരണം എന്നില്ല, പെയിൻ ആയിട്ടും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിൽ. അപ്പോൾ ചെറിയ മുറിവ് ചിലപ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ടും തട്ടുമുട്ടോ ഒന്നും വേണ്ട, ചെറിയ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ പോലും അവർക്ക് ബ്ലീഡിങ് വന്നേക്കാം. ഇതൊക്കെ ഇങ്ങനെയാണ് ഡിഫറൻസ് വരുന്നത് ക്ലോട്ടിങ്ങിനെ സംബന്ധിച്ച്. അതുപോലെ തന്നെ ഡോക്ടർ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി ഫാക്ടർ 8 അതുപോലെ തന്നെ ഫാക്ടർ 9 ഈ ഒരുതരം പ്രോട്ടീൻ്റെ അഭാവം മൂലമാണ് ഇത്തരത്തിലുള്ളൊരു രോഗം സംഭവിക്കുന്നത്. ഇത് വലിയൊരു ശാരീരിക പ്രശ്നത്തിലേക്ക് നയിക്കുന്നുണ്ടോ? സിവിയറിറ്റി, ഡിസീസ് സിവിയറിറ്റി പോലെയാണ്. അപ്പം സിവിയർ ഡിസീസ് ആണെങ്കിൽ, ഇപ്പൊ ലെസ് ദാൻ 1% ആണെങ്കിൽ അവർക്ക് ചെറുപ്പത്തിൽ തന്നെ പലതവണ ബ്ലീഡിങ് ഫ്രീക്വന്റ് ആയിട്ടുള്ള വന്നേക്കാം. അപ്പോ പ്രൊഫലാക്സിസ് ഇല്ലാതിരുന്ന ഒരു കാലത്ത്, ഇപ്പോൾ നമുക്ക് 18 വയസ്സ് വരെ കുട്ടികൾക്ക് ബ്ലീഡിങ് വരാതിരിക്കാനുള്ള മുൻകരുതൽ ചികിത്സ നൽകുന്നുണ്ട്. ഇതില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇവർക്ക് ഫ്രീക്വന്റ് ആയിട്ട് ചെറുപ്പത്തിൽ ബ്ലീഡിങ് വരികയും ഇതുമൂലം അവർക്ക് സന്ധികളിലൊക്കെ പ്രശ്നം, അല്ലെ സന്ധികളിൽ ബ്ലീഡിങ് ആണെങ്കിൽ സന്ധികൾക്ക് ഡാമേജ് വരികയും ഹീമാർത്രൂപ്പത്തി, അതായത് ജോയിന്റ് ഡാമേജ് അതുകൊണ്ട് സംഭവിക്കുകയും ഡിസബിലിറ്റി അല്ലെങ്കിൽ ഒരു ഡിഫോമിറ്റി പോലെ ഇവർക്ക് വരികയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ബ്ലീഡിങ് വരുന്നത് ഏത് ഓർഗൻ ആണ് അല്ലെങ്കിൽ ഏത് ജോയിന്റ് ആണ്, എത്രമാത്രം ഫ്രീക്വന്റ് ആയിട്ട് വരുന്നു, ജോയിന്റ് ഡാമേജ് എത്രമാത്രമുണ്ട്, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് അതിന്റെ കോംപ്ലിക്കേഷൻസും ഡെവലപ്പ് ചെയ്യും. എന്നാൽ കൃത്യമായി ചികിത്സ അല്ലെങ്കിൽ കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ കോംപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ ബ്ലീഡിംഗ് വരുന്ന കാര്യം പറയുകയുണ്ടായി. എവിടെയൊക്കെയാണ് ഈ പ്രധാനമായിട്ടും ഈ ബ്ലീഡിംഗ് ഉണ്ടാകുന്നത്? പ്രധാനമായും ഈ കുട്ടികളിലാണെങ്കിൽ കാൽമുട്ടിൽ അങ്ങനെയുള്ള ശരീരഭാഗങ്ങളിലാണോ? കൂടുതലായും കുട്ടികളിൽ ജോയിന്റ്സിലാണ് ബ്ലീഡിംഗ് വരുന്നത്. കാൽമുട്ട് അല്ലെങ്കിൽ ആങ്കിൾ ജോയിന്റ്, കൈമുട്ട്, ഈ ഒരു വെയിറ്റ് ബെയറിംഗ് ഭാഗങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ടും ബ്ലീഡിംഗ് വരിക. ബ്ലീഡിംഗ് എവിടെ വേണമെങ്കിലും വരാം. ഫ്രീക്വന്റ് ആയിട്ടുള്ള ബ്ലീഡിംഗ് വരുന്നത് നമ്മുടെ ജോയിന്റ്സിലാണ്. ഇതുകൂടാതെ പേശികളിലും മസിൽസിലും ഒക്കെ ബ്ലീഡിംഗ് വരാം. ബ്ലീഡിങ് ചില സമയങ്ങളിൽ ബ്ലീഡിങ് വരുമ്പോൾ നമുക്കൊരു പുറമെ ബ്ലഡ് അല്ലെങ്കിൽ ലൂസിങ് ഒന്നും കാണണമെന്നില്ല, അവിടെ ഒരു നീരും അല്ലെങ്കിൽ നടക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും ഇതൊക്കെ ആയിരിക്കും അതിന്റെ ചെറിയ ലക്ഷണങ്ങൾ വരിക. റെയർ ആയിട്ട് പേഷ്യൻസിൽ CNS ബ്ലീഡ് അല്ലെങ്കിൽ ബ്രെയിനകത്ത് ഹെമറേജസ് വരാം. ഇതൊരു അക്യൂട്ട് ക്രിട്ടിക്കൽ എമർജൻസിയാണ്. തലവേദനയായിരിക്കും അതിന്റെ ഒരു സിംറ്റം. അങ്ങനെ വരുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ബ്ലീഡിംഗ് ഉണ്ടോ എന്നുള്ളത് തിരിച്ചറിഞ്ഞ് അതിനുള്ള ചികിത്സ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ എടുക്കേണ്ടതാണ്. ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സന്ധികളിലേക്കുള്ള ഈ രക്തസ്രാവം അഥവാ ഈ ജോയിന്റ് ബ്ലീഡ് എന്ന് പറയുന്നത് എത്രത്തോളം അപകടകരമാണ്? ഫ്രീക്വന്റ് ആയിട്ടുള്ള ബ്ലീഡ് ജോയിന്റ്സിലേക്കാണ് അവർക്ക് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജോയിന്റിൽ ബ്ലഡ് വരുമ്പോൾ ജോയിന്റ് കാർട്ടിലേജിനെ അത് ഡാമേജ് ചെയ്യും. ഫ്രീക്വന്റ് ആയിട്ടുള്ള ബ്ലീഡ്, അതായത് ഒരു വർഷം ഒരു 4-3 തവണ അതേ ജോയിന്റ്സിൽ ബ്ലീഡ് വരികയാണെങ്കിൽ അത് പിന്നെ ബോണിലേക്കും ഡിസ്ട്രക്ഷൻ ഉണ്ടായേക്കാം. ഇത് റെക്കറന്റ് ആയിട്ട് സംഭവിക്കുമ്പോൾ അവർക്കൊരു ഹീമോഫിലിക് ആർത്രോപ്പതി എന്നൊരു അവസ്ഥയിലേക്ക് അത് മാറാം. ജോയിന്റിലൊരു ഡിഫോമിറ്റി വരാം. അപ്പോൾ കാർട്ടിലേജും ബോണും ഒക്കെ ഡാമേജ് ആകുമ്പോൾ നമുക്കൊരു ഫുൾ റേഞ്ച് ഓഫ് മൂവ്മെന്റ് ഒന്നും കിട്ടൂല. ഒരു ചെറിയ
ഡിഫോമിറ്റി വരികയും നമുക്കൊരു ബുദ്ധിമുട്ട് വരികയും ഒക്കെ ചെയ്യാം. അതുകൊണ്ട് ജോയിന്റ് ബ്ലീഡ്സ് വരുന്നത് കൃത്യമായി ചികിത്സിക്കുകയും അതിന് വേണ്ട മുൻകരുതലുകൾ എടുക്കുകയും ഫിസിയോതെറാപ്പി ചെയ്ത് മസിൽ സ്ട്രെങ്ത് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നത് അനിവാര്യമാണ്. ഇപ്പോൾ ഡോക്ടർ ഈ ചികിത്സയുടെ കാര്യം പറഞ്ഞതുപോലെ ഈ നൂതന ചികിത്സാ രീതിയായ ജീൻ തെറാപ്പി പോലുള്ള പുതിയ ചികിത്സകൾ ഈ ഹീമോഫീലിയയിൽ വന്നിട്ടുണ്ട്. ഇത് എത്രത്തോളം പ്രതീക്ഷ നൽകുന്നതാണ്? പറഞ്ഞത് ശരിയാണ്. ജീൻ തെറാപ്പിയൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണെന്ന് പറഞ്ഞാൽ അത് ഒരു ഗവേഷണ ഘട്ടത്തിലാണ്. ജീൻ തെറാപ്പി നല്ല പ്രതീക്ഷ നൽകുന്ന ഒരു ചികിത്സാ രീതി തന്നെയാണ്. നമുക്ക് ഏത് ഫാക്ടറാണോ കുറവ്, ഏത് പ്രോട്ടീൻ ഫാക്ടർ 8 ആണോ 9 ആണോ അതിന്റെ കുറവിനനുസരിച്ചുള്ള ഉൽപ്പാദിപ്പിക്കുന്ന ജീനുകളെ നമ്മുടെ ശരീരത്തിലേക്ക് കയറ്റിവിടുകയും അത് പിന്നീട് ആ ഫാക്ടർ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി ആർജിക്കുകയും ചെയ്യുന്ന ഒരു ചികിത്സാ രീതിയാണ് ഈ ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാവർക്കും ഇത് ഒരു അനുയോജ്യമായ ചികിത്സയായി ഇപ്പോഴും എത്തിയിട്ടില്ല. ഇതിന്റെ പ്രാരംഭ ഘട്ടത്തിലാണ്. മുന്നോട്ട് നമുക്ക് ഇത് ഡെഫിനറ്റീവ് ആയിട്ടൊരു ട്രീറ്റ്മെന്റ് ആയിട്ട് വരും എന്നുള്ള പ്രതീക്ഷയിലാണ്. എല്ലാ രോഗികൾക്കും ഇത് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കുന്ന ഒരു നിലയിലേക്ക് അത് ഉയർന്നു വരും എന്ന് തന്നെയാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ ചികിത്സാ രീതിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഏതൊക്കെ ആശുപത്രികളിലാണ്, പ്രധാനമായും ഈ സർക്കാർ ആശുപത്രികളിലെ ഈ ചികിത്സ എങ്ങനെയാണ്? ഇതിനുള്ള ഈ കൂടുതൽ പദ്ധതികളെക്കുറിച്ചൊക്കെ പ്രേക്ഷകർക്ക് അറിയേണ്ടതായിട്ടുണ്ട്. എങ്ങനെയാണ്? കേരളത്തിനെ സംബന്ധിച്ചും കേരളത്തിന്റെ ഹെൽത്ത് കെയറിൽ ഒരു വളരെ ഒരു അഭിമാനകരമായ ഒരു നേട്ടമാണ് ഹീമോഫീലിയ കെയറിൽ നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോ എല്ലാ ഗവൺമെന്റ് ആശുപത്രികളും, എല്ലാ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലും അതേപോലെ തന്നെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജസിലും ഫാക്ടർ റീപ്ലേസ്മെന്റ് തെറാപ്പി സൗജന്യമായാണ് നൽകുന്നത്. എല്ലാ ജില്ലാ ആശുപത്രികളിലും ഹീമോഫീലിയ ഡേ കെയർ സെന്റേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട്. അതേപോലെ നമുക്ക് അവിടെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു നേഴ്സ് കോർഡിനേറ്റർ ഉണ്ട് എല്ലാ ജില്ലയിലും. അതുപോലെ ഫിസിയോതെറാപ്പിസ്റ്റും. ഇവരുടെയൊക്കെ സേവനം രോഗികൾക്ക് ലഭ്യമാണ്. ഇവർക്ക് ഡേ കെയർ സെന്റേഴ്സ് ആയതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ പ്രൊഫിലാക്സിസ് കൊടുക്കാനും അല്ലെങ്കിൽ അവർക്ക് മരുന്നുകൾ എടുക്കാനും ഒക്കെ സാധിക്കും. പിന്നെ ഫാക്ടറിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, പ്ലേസ്മെന്റ് സൗജന്യമായി, ഒരു അക്യൂട്ട് ബ്ലീഡ് വന്നാൽ, അത്യാഹിതത്തിൽ ഒരു ബ്ലീഡ് വന്നാൽ അവർക്ക് ആശുപത്രിയിൽ പോയി സൗജന്യമായി ചികിത്സ എടുക്കാം. എല്ലാ താലൂക്ക് ആശുപത്രികളിലും ഡീസെൻട്രലൈസേഷൻ വഴി ജില്ലാ ആശുപത്രിയിൽ നിന്ന് മരുന്ന് എത്തിച്ചും കൊടുക്കുന്നുണ്ട്. അതാത് ജില്ലകളിലെ നഴ്സ് കോർഡിനേറ്റേഴ്സും അതാത് ജില്ലയിലെ നോഡൽ ഓഫീസേഴ്സുമാണ് അതിന് ചാർജ് എടുത്ത് ഡീസെൻട്രലൈസേഷന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, മരുന്നിന്റെ അവൈലബിലിറ്റി പോലെ. ഇതെല്ലാം കൂടാതെ പ്രൊഫിലാക്സിസ് എന്നത്, അതായത് കുട്ടികളിൽ ബ്ലീഡിങ് വരാതിരിക്കാനുള്ള മുൻകരുതൽ ചികിത്സ എന്ന രീതിയിൽ ഗവൺമെന്റ് സർക്കാർ ഫ്രീ ആയി കുട്ടികൾക്ക് മരുന്ന് കൊടുക്കുന്നുണ്ട്. 18 വയസ്സിൽ താഴെയുള്ള കുരുന്നുകൾക്ക് കുറച്ചു നാൾ വരേക്കും നമ്മൾ ഫാക്ടർ തന്നെയായിരുന്നു കൊടുത്തോണ്ടിരുന്നത്. ഇപ്പൊ അടുത്ത് അത് എംസിസുമാബ് എന്ന പ്രോഡക്റ്റിലേക്ക് മാറിയിട്ടുണ്ട്. ഇത് ഇന്ത്യയിൽ ആദ്യമായി ഏറ്റെടുത്ത സംസ്ഥാനം കേരളമാണ്. അതിന് വളരെ പ്രശംസ ഒക്കെ നേടിയ ഒരു കാര്യമായിരുന്നു അത്. എംസിസുമാബ് എന്ന് പറയുന്നത് തൊലിപ്പുറമേ എടുക്കുന്ന ഇഞ്ചക്ഷനാണ്. അതേസമയം ഫാക്ടർ റീപ്ലേസ്മെന്റ് നമ്മൾ IV ആയിട്ട് വെയിനിലൂടെ കൊടുക്കുന്ന ഇഞ്ചക്ഷൻ. അപ്പോൾ കുട്ടികൾക്ക് തൊലിപ്പുറമേ എടുക്കുമ്പോൾ അതിന് വേദന കുറവായിരിക്കും. തന്നെയല്ല, അത് മാസത്തിലൊന്ന് എടുത്താൽ മതി. അതേസമയം നമ്മൾ ഫാക്ടർ റീപ്ലേസ്മെന്റ് ആണ് പ്രൊഫിലാക്സിസ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ആഴ്ചയിൽ 2 തവണ എടുക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെ കുറെ അഡ്വാൻറ്റേജസ് എംസിസുമാബിനുണ്ട്. ഇനീഷ്യേറ്റ് ചെയ്തെന്നുള്ള ആദ്യത്തെ സംസ്ഥാനം എന്ന രീതിയിൽ വളരെ അധികം നാഷണൽ ലെവലിൽ അപ്രിസിയേഷൻ കിട്ടിയ ഒരു കാര്യമാണ്. ഇതുകൂടാതെ തന്നെ നമുക്ക് ചില അഡൽട്സ്, അതായത് വളരെ സെലക്ടഡ് ആയിട്ടുള്ള അഡൽട്സ്, റെക്കറന്റ് ആയിട്ട് ബ്ലീഡ് വരുന്നവരും അതല്ല ചിലപ്പോൾ ഇൻഹിബിറ്റേഴ്സ് ഉള്ള അഡൽട്സിലുമൊക്കെ നമുക്ക് എംസിസുമാബ് പ്രൊഫിലാക്സിസിലേക്ക് ഒരു മാറി കഴിഞ്ഞിരിക്കുന്നു. ഇതെല്ലാം നമ്മുടെ ഒരു ഗവൺമെന്റ് സപ്പോർട്ടോടുകൂടി ആശാധാര പ്രോഗ്രാമിലൂടെ ആണ് നമുക്ക് ഈ ഫാക്ടർ റീപ്ലേസ്മെന്റ്സും അതേപോലെ എംസിസുമാബ് എന്ന പ്രൊഫിലാക്സിസും അല്ല അതർ ഫാക്ടർ പ്രൊഫിലാക്സിസും ഒക്കെ നമ്മൾ കൊടുത്തു വരുന്നത്. ഇതുകൂടാതെ തന്നെ നമുക്ക് 24 hour സർവീസസ്, എമർജൻസി സർവീസസ് മെഡിക്കൽ കോളേജിലും അല്ല ബാക്കി എല്ലാ ഹോസ്പിറ്റൽസിലും അവൈലബിൾ ആണ്. ഡോക്ടർ, അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ചോദിച്ചറിയേണ്ടതുണ്ട്. അതായത് ഈ ഹീമോഫീലിയ രോഗികൾക്ക് മറ്റേതെങ്കിലും രോഗം പിടിപെട്ട് ഈ വലിയ ശസ്ത്രക്രിയകൾ സാധ്യമാണോ? പ്രത്യേകിച്ച് ഈ കുട്ടികൾക്ക് ഈ ശസ്ത്രക്രിയകൾ സാധ്യമാണോ?
കുറച്ച് നാളുകൾക്ക് മുന്നേ വരെ നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാൻ പോലും പറ്റുന്ന ഒരു അവസ്ഥയായിരുന്നില്ല. കാരണം ഒരു ബ്ലീഡിങ്, ഒരു ചെറിയ മുറിവ് പോലും ഉണ്ടായാൽ ബ്ലീഡിങ് നിൽക്കാത്ത കുട്ടികൾക്ക് നമുക്കൊരു ഒരു സർജറി എന്നുള്ളത് ആലോചിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. എന്നാൽ ഇന്ന് നമുക്ക് അത് സാധ്യമാണ്. നമുക്ക് സർജറിക്ക് മുന്നും അല്ലെങ്കിൽ സർജറി നടക്കുന്ന സമയത്തും അത് കഴിഞ്ഞുമൊക്കെ കൃത്യമായ ഫാക്ടറി റീപ്ലേസ്മെന്റ് ചെയ്തുകൊണ്ട് തന്നെ 100% മുറിവ് കൃത്യമായി ഉണങ്ങാനുള്ള അല്ലെങ്കിൽ ബ്ലീഡിങ് വരാതെ അത് കൃത്യമായി നടത്താനുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്നുണ്ട്. ഈ അടുത്ത കോട്ടയം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ഒരു ബൈലാറ്ററൽ നീ റീപ്ലേസ്മെന്റ് സർജറി ഇതിന്റെ ഒരു ഉദാഹരണമാണ്. സർജറീസ് എല്ലാം പോസിബിൾ ആണ്. കുഞ്ഞുങ്ങളിൽ മേജർ സർജറീസ് ഒക്കെ വരുമ്പോഴും അല്ലെങ്കിൽ വലിയവരിലാണെങ്കിൽ മേജർ സർജറീസ് വരുമ്പോൾ അതിന്റെ പ്രോട്ടോകോൾ നോക്കിക്കൊണ്ട് അവരുടെ ഫാക്ട് ലെവലും ഒക്കെ നോക്കിക്കൊണ്ട് എല്ലാം കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്തുകൊണ്ട് നമുക്ക് വളരെ സേഫ് ആയിട്ട് സർജറി ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ കുട്ടികളുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഈ കുട്ടികളുടെ അല്ലെങ്കിൽ ഈ ഹീമോഫീലിയ ഉള്ള കുട്ടികളെ കൂടുതലായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് അവരിൽ കൂടുതലായി ശ്രദ്ധിക്കേണ്ടത്? പേരൻസ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കുട്ടികളാവുമ്പോൾ ഹീമോഫീലിയ നമ്മൾ ഇപ്പോൾ കുഞ്ഞുങ്ങളുണ്ടായി അവർക്ക് ഇപ്പോൾ ഫാമിലി ഹിസ്റ്ററി ഇല്ല. ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്കാണെങ്കിൽ അതിനെപ്പറ്റി അറിയാം. ഫാമിലിയിൽ ആർക്കെങ്കിലും ഹീമോഫീലിയ ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ രക്തസ്രാവം റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അവർ ഏർലിയർ ഡയഗ്നോസ് ചെയ്യും. ചിലപ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള മ്യൂട്ടേഷൻസ് വഴി ഫാമിലി ഹിസ്റ്ററി ഇല്ലാതെയും ചിലപ്പോൾ രോഗം പിടിപെടാം. അങ്ങനെയുള്ള അവസ്ഥയിൽ കുട്ടികളിൽ ഈ പേരൻസ് നോക്കേണ്ടത് അവർക്ക് ഈ നീലപ്പാടുകൾ അല്ലെങ്കിൽ ഈ മുട്ടുവേദന അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് ദിവസം അവർക്ക് കാലനക്കാൻ അല്ല സന്ധികൾ അനക്കാനുള്ള ബുദ്ധിമുട്ട് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ കൃത്യമായി ഡോക്ടറെ കാണിക്കുക, രോഗമാണോ ഇല്ലയോ എന്നുള്ളത് നിർണ്ണയിക്കുക. ഇനി ഓൾറെഡി ഒരു ഹീമോഫീലിയ ഡയഗ്നോസ് ചെയ്തൊരു കുട്ടിയാണെങ്കിൽ മാതാപിതാക്കൾ അറിയേണ്ടത് അസുഖത്തിനെ പറ്റിയുള്ള അവർക്കൊരു പൂർണ്ണ ധാരണ വേണം. ഏത് ടൈപ്പ് ഓഫ് ഹീമോഫീലിയ ആണ്, ഫാക്ടർ 8 കുറവാണോ 9 കുറവാണോ, അതിന്റെ സിവിയറിറ്റി എത്രയാണ്, ഫാക്ടറിന്റെ ലെവൽ എത്രയാണ്, ഇതൊക്കെ മാതാപിതാക്കൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുകൂടാതെ തന്നെ കുട്ടികളിൽ നമ്മൾ വാക്സിനേഷന് പോകുമ്പോൾ നമ്മൾ മസിലിലുള്ള ഇമ്മ്യൂണൈസേഷൻ എടുക്കുമ്പോൾ നമ്മൾ ഇൻട്രാമസ്കുലർ വാക്സിൻസ് കഴിവതും അവോയ്ഡ് ചെയ്യണം. സബ്ക്യൂട്ടേനിയസ് ആയിട്ട് വേണം വാക്സിൻ എടുക്കാൻ. ഇൻട്രാമസ്കുലർ വാക്സിൻ എടുക്കുന്ന ഒരവസ്ഥ വരികയാണെങ്കിൽ അത് അതിന്റെ പ്രിക്കോഷൻസ് പാലിച്ചുകൊണ്ടും ഫാക്ടർ എടുത്തുകൊണ്ടും മാത്രമേ നമുക്ക് ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻസ് എടുക്കാൻ പറ്റുള്ളൂ. കുട്ടികൾ ചെറിയ ബ്ലീഡിങ് പറയുമോ അല്ലെങ്കിൽ ചെറിയ ബ്ലീഡിങ് അല്ല, അവര് ചെറിയ വേദനകൾ പറയുമോ, മുട്ടനക്കാൻ വയ്യ അല്ലെങ്കിൽ കുഴയ്ക്ക് വേദന അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് വെച്ചുകൊണ്ടിരിക്കാതെ അത് ശരിയായിക്കോളും എന്ന് വെച്ചുകൊണ്ടിരിക്കാതെ തന്നെ ഡോക്ടറെ കാണിക്കുകയും അതിനുള്ളിലുള്ള ഫാക്ടറി റീപ്ലേസ്മെന്റ് എടുക്കുകയും വേണം. കുട്ടികൾക്ക് കായികമായി അവർക്ക് ചെയ്യാൻ പറ്റുന്ന ചില സ്പോർട്സ് ഉണ്ട്. അതായത് നമുക്ക് സ്വിമ്മിങ്ങിന് പോവാം അല്ലെങ്കിൽ അവർക്ക് ചെറിയ നടത്തം അല്ല ഓട്ടം, ഇതൊക്കെ അവരെ കൊണ്ട് സാധ്യമാവുന്നതാണ്. എന്നാൽ ഹൈ എൻഡ് സ്പോർട്സ് ലൈക്ക് ബാസ്കറ്റ് ബോൾ അല്ലെങ്കിൽ ക്രിക്കറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കരാട്ടെ അങ്ങനത്തെ ഉള്ളതിൽ നിന്നും നമ്മളിവരെ പിന്തിരിപ്പിക്കണം. ഒക്കെ സമൂഹവുമായിട്ടോ അല്ലെ ബാക്കി കുട്ടികളുടെ ഒപ്പം തന്നെ പഠിച്ച് മിടുക്കരാവാൻ എല്ലാ കഴിവുകളുള്ള കുട്ടികളാണ്. അതിനനുസരിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കുകയും വേണം. അസുഖത്തിനെ പറ്റി ഒരു ധാരണ പേരൻസിനും ഉണ്ടാവണം. അതേപോലെ പേരൻസ് അടുത്ത ഹീമോഫീലിയ ട്രീറ്റ്മെന്റ് സെന്റർ അല്ലെ ഡേ കെയർ സെന്റർ അല്ലെ അവരുടെ അടുത്ത നഴ്സ് കോർഡിനേറ്റർ ഇവരുടെയൊക്കെ നമ്പർ അവരുടെ കയ്യിൽ ഉണ്ടാവണം. ഒരു ഏർലി കോണ്ടാക്ട് എന്ന നിലയിൽ അവർക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അവർ ഹീമോഫീലിയ ട്രീറ്റ്മെന്റ് സെന്ററുമായി എപ്പോഴും നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം. അപ്പൊ അങ്ങനെ പ്രൊഫ്ലാക്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ എടുത്തു പറയുകയാണെങ്കിൽ നമുക്ക് വളരെ സുഗമമായി മന്ത്ലി വൺസ് ഇഞ്ചക്ഷൻസ് ഉള്ള രീതിയിലേക്ക് മാറിയ സ്ഥിതിക്ക് ഒരിക്കലും അത് മുടക്കം വരാതെ നോക്കണം. നമുക്ക് എന്താണോ അവൈലബിൾ ആയി കിട്ടുന്നത് അതിന്റെ എല്ലാം ഇവിടെ അതിന്റെ എല്ലാം യൂസ്ഫുൾനെസ് അവരെ നേടിയെടുക്കണം. പ്രൊഫ്ലാക്സിസ് എടുക്കുന്നുണ്ട്, ബ്ലീഡിങ് കുറവാണ് എന്ന് പറഞ്ഞിട്ട് പ്രൊഫ്ലാക്സിസ് മിസ്സാക്കുന്നത് ശരിയായ നടപടിയല്ല. ഈ നവജാത ശിശുക്കളിൽ ഈ ഹീമോഫീലിയ ടെസ്റ്റ് നടത്തേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഈ നവജാത ശിശുക്കളിൽ ഈ ഹീമോഫീലിയ കണ്ടുവരുന്നുണ്ടോ? നമുക്ക് ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് എക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡർ ആണ്. അപ്പം കൂടുതലായും നമുക്ക് ആൺകുട്ടികളിലാണ് ഇത് കണ്ടുവരുന്നത്. ഫാമിലി ഹിസ്റ്ററി ഉള്ളത് കൊണ്ട് ഇപ്പം നമുക്കിപ്പോ അമ്മയ്ക്ക് അല്ലെങ്കിൽ അമ്മയുടെ ഒരു ബ്രദറിന് ഹീമോഫീലിയ ഉണ്ടായി എങ്കിൽ നമുക്ക് കുട്ടികളിൽ ഉണ്ടാവുമ്പോൾ അവർക്ക് ഹീമോഫീലിയ സസ്പെക്ട് ചെയ്യുന്നതായതുകൊണ്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ ഉള്ള സംവിധാനങ്ങൾ ഇന്നുണ്ട്. അതേപോലെ നമുക്ക് ഗ്രാൻഡ് ഫാദറിന് ഹീമോഫീലിയ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അടുത്ത ജനറേഷനിൽ ഹീമോഫീലിയ
ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ഫാമിലി ഹിസ്റ്ററി ഡെഫിനറ്റ്ലി ഉണ്ടെങ്കിൽ നമുക്ക് ജനിക്കുമ്പോൾ തന്നെ ഇത് ടെസ്റ്റ് ചെയ്യാനും അതറിയാനുമുള്ള സംവിധാനങ്ങളുണ്ട്. അതല്ലെങ്കിൽ കുട്ടികളിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു കരുനീലിപ്പ് വരിക, അല്ലെങ്കിൽ അംബിലിക്കൽ പൊക്കിൾക്കൊടിയിൽ നിന്ന് ബ്ലീഡിങ് നിൽക്കാതെ വരിക, അങ്ങനെയൊക്കെയുള്ള ചെറിയ സിംറ്റംസ് കാണിച്ചു തുടങ്ങും. അല്ലെങ്കിൽ അവർ ഓടിച്ചാടി നടക്കുന്ന സമയത്ത് അവർക്ക് സന്ധി വേദന, അല്ലെങ്കിൽ ജോയിന്റ് പെയിൻ, കുട്ടികൾ വല്ലാതെ കരയുക, അല്ലെങ്കിൽ ജോയിന്റ് നീര് വെച്ചിരിക്കുക, ഇതൊക്കെ അതിനുള്ള ചെറിയ ചെറിയ ലക്ഷണങ്ങളാണ്. ഉള്ളിൽ ബ്ലീഡ് ഡോക്ടർ, നടക്കുന്നത്. ഇത്രയധികം സമയം നമ്മളോട് വിവരങ്ങൾ പങ്കുവച്ചതിന് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അതുല്യ ജി അശോകനാണ് ഹലോ ഡോക്ടറിൽ വിവരങ്ങൾ പങ്കുവച്ചത്. വളരെയധികം നന്ദി.